ഹായ് എവരിവൺ. നമ്മൾ ആഫ്റ്റർ ഗേറ്റ് ഓപ്പർച്യൂണിറ്റീസ് എക്സാം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഗേറ്റ് എക്സാം ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എക്സാം പ്രത്യേകത എന്താ വെച്ചാൽ മിക്ക കുട്ടികളും MSc കഴിഞ്ഞിട്ട് എഴുതുന്ന ഒരു എൻട്രൻസ് എക്സാം ആണ് ഗേറ്റ്. ഇപ്പൊ 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 പല കുട്ടികളും ഡിഗ്രിക്ക് പഠിച്ചു കഴിഞ്ഞിട്ട്, അതായത് ഡിഗ്രി ഫൈനൽ ഇയറിലുള്ള കുട്ടികളും ഗേറ്റ് എഴുതാറുണ്ട്. കാരണം ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ ഗേറ്റ് എഴുതുമ്പോൾ ഗുണം എന്താ വെച്ചാൽ 3 കൊല്ലത്തെ വാലിഡിറ്റി ആണ് ഗേറ്റ് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ ഡിഗ്രി കഴിഞ്ഞ് നിങ്ങൾ ഒരു MScക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 2 കൊല്ലാണ് MScക്ക് വേണ്ടിയിട്ട്. MSc കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു PhDക്കോ അല്ലെങ്കിൽ അതർ കാര്യങ്ങൾക്കോ ഈ ഗേറ്റ് സ്കോർ യൂസ് ചെയ്യാൻ പറ്റും. അതർവൈസ് MSc കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ ഗേറ്റ് എഴുതുന്നത് എന്തിനു വേണ്ടിയിട്ടാന്നുള്ളത് നോക്കാം. കാരണം കുട്ടികൾ ഗേറ്റ് എഴുതുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾക്ക് അത് MScയുടെ അഡ്മിഷൻ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ആ ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലെ റിസർച്ച് പേപ്പേഴ്സിനോ അല്ലെങ്കിൽ നിങ്ങൾ PGക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ റിസർച്ച് പേപ്പേഴ്സിനൊക്കെ ഈ ഗേറ്റ് സ്കോർ വെച്ച് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിടക്കുന്നത് MScക്കാർക്കാണ്. MSc കഴിഞ്ഞവരാണ് ഗേറ്റ് എക്സാം എഴുതുന്നെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഗേറ്റ് എക്സാം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം BTech കഴിഞ്ഞിട്ടുള്ളവർക്കാണല്ലോ ഗേറ്റ്. സാധാരണ തന്നെയാണ് ഗേറ്റ്. BTech കഴിഞ്ഞവർക്ക് എഴുതുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഗേറ്റ്. അവര് MTechന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി എഴുതുന്നത്. ബട്ട് ഗേറ്റ് എക്സാം സയൻസ് സ്ട്രീംസിനും അവൈലബിൾ ആണ്. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ ചില സയൻസ് സബ്ജക്റ്റുകൾ ഗേറ്റ് പ്രാക്ടിക്കൽ ആക്കുന്നുണ്ട്. അത് ഗേറ്റ് എക്സാം ഫിസിക്സ്, കെമിസ്ട്രി, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വേണ്ട കുറച്ച് എക്സാംസ് ഒക്കെ, അതായത് സയൻസ് സ്ട്രീമിലെ കുറച്ച് സബ്ജക്റ്റുകൾക്ക് അതെന്ത് ചെയ്യുന്നുണ്ട്, എൻട്രൻസ് എക്സാം നടത്തുന്നുണ്ട്. സോ ഒരു BSc ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് ഗേറ്റ് എഴുതാവുന്നതാണ്. BSc ഫിസിക്സ് ആയാലും MSc ഫിസിക്സ് കഴിഞ്ഞ ആളുകൾക്കായാലും എഴുതാവുന്നതാണ്. ഫിസിക്സ് കഴിഞ്ഞവർക്ക് ഗേറ്റ് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്കൊന്ന് നോക്കി നോക്കാം. ഗേറ്റ് എക്സാം ഉള്ളത് ഇപ്പോൾ MScക്കാരെ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു എക്സാമാണ് CSIR നെറ്റ് അല്ലെ. CSIR നെറ്റിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സാം, അതായത് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് എന്ത് ഗേറ്റ്. വളരെ സിമ്പിൾ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള കട്ട് ഓഫ് പറഞ്ഞാൽ വളരെ ബേസിക് കട്ട് ഓഫ് ഉണ്ടാവുള്ളൂ. അത്ര ഹൈ CSIR നെറ്റ് JRF പോലെ ഹൈ കട്ട് ഓഫ് ഒന്നും ഉണ്ടാവില്ല. വളരെ ചെറിയൊരു കട്ട് ഓഫിൽ തന്നെ നമുക്ക് നല്ല കുഴപ്പമില്ലാത്ത റാങ്കിൽ എത്താവുന്ന ഒരു എക്സാം ആണ് ഗേറ്റ്. അതില് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ 85 മാർക്കിന് സബ്ജക്ട് റിലേറ്റഡും ബാക്കി 15 മാർക്ക് പാർട്ട് എ, അതായത് നമ്മുടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്നതാണ്. 3 മണിക്കൂറിന്റെ എക്സാം ആണ്. അതിൽ MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, MSQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പാറ്റേണിലുള്ള എക്സാം ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ എന്താ ഓപ്പർച്യൂണിറ്റീസ് നോക്കി കഴിഞ്ഞാൽ MSc കഴിഞ്ഞ ആളുകൾക്ക് ഗേറ്റ് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ്, അതായത് MTech ചെയ്യണമെങ്കിൽ BTech കഴിയാതെ തന്നെ നമുക്ക് നേരിട്ട് ഒരു MSc MTech അതിലേക്കുള്ള എൻട്രൻസ് MTech നല്ല നല്ല IITകളോ NITകളോ ഇപ്പൊ ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫിസിക്സ് ആണെങ്കിൽ സോളിഡ് സ്റ്റേറ്റില്, നാനോ സയൻസില്, ഒപ്റ്റോ ഇലക്ട്രോണിക്സില്, മെറ്റീരിയൽ സയൻസിലൊക്കെ ഒരുപാട് IITകൾ ഓഫർ ചെയ്യുന്നുണ്ട് MTech. സോ അതിലേക്കുള്ള ഒരു എൻട്രൻസ് എക്സാം ആണ്. അത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, IIT ഡൽഹി നോക്കാം, മുംബൈ നോക്കാം, അതുപോലെ മെഡ്രാസ് നോക്കാം, ഇൻഡോർ നോക്കാം, അതുപോലെ NITകളിലൊക്കെ നിങ്ങൾക്ക് എന്തുണ്ടാകും, അഡ്മിഷൻ പ്രൊസീജിയർ ഉണ്ട്. സോ MTech ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഗേറ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതായത് ഇപ്പോ നിങ്ങൾ വിചാരിക്കും PhDക്ക് ഇങ്ങനെയാണ് എന്നുള്ളത്. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ JRF മാത്രമല്ല ചോദിക്കുക. ചിലപ്പോൾ ഗേറ്റ് ക്വാളിഫൈഡ് ആയ കുട്ടികളെയും ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യാറുണ്ട്, PhDക്ക് എൻട്രൻസിന് അക്യുറസി ചെയ്യാറ്, PhD എൻട്രൻസിന് സീറ്റ് കൊടുക്കാറുണ്ട്. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ ഒന്നെങ്കിൽ ഇങ്ങനെ പറയും CSIR നെറ്റ് JRF അല്ലെങ്കിൽ ഗേറ്റ് ക്വാളിഫൈഡ് ആയ കുട്ടികൾ, അങ്ങനെയാണ് നമ്മളതിന്റെ ഒരു പോസ്റ്റ് തന്നെ വരിക. അതായത് നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ടിഫർ മുംബൈയിൽ, അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, അതായത് IISc ബാംഗ്ലൂർ ഗേറ്റ് എൻട്രൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ, അതുപോലെ ISRO DRDOയില്, അതുപോലെ തന്നെ ഫിസിക്കൽ റിസർച്ച് ലാബില്, അതുപോലെ തന്നെ നമ്മൾക്ക് അതുപോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ ഗേറ്റ് വഴി നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ നല്ല നല്ല IITകളിൽ NITസിലൊക്കെ നിങ്ങൾക്ക് എന്താണ് ഗേറ്റ് സ്കോർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, PhDക്ക് ജോയിൻ ചെയ്യാം. അതായത് ആദ്യത്തെ ഒരു സാധനം MTechന് ജോയിൻ ചെയ്യാം, രണ്ടാമത് എന്ന് പറയുന്നത് PhD. ഇനിയിപ്പോ ഇതൊന്നും താല്പര്യമില്ല, ടീച്ചിങ്ങിലേക്കാണ് താല്പര്യം വെച്ചാൽ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവർ കോൾ ചെയ്യുന്ന സമയത്ത് അവർ പറയും ഓക്കെ നിങ്ങൾ CSIR നെറ്റ് അതുപോലെ ഗേറ്റ് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരേനും ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ചില ടെക്നിക്കലി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗേറ്റ് സ്കോർ ചെയ്തവരേനും ടീച്ചിങ്ങിലേക്ക് വിളിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ലെവൽ, അതായത് ഈ ഗേറ്റ് എക്സാം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇന്റർനാഷണൽ ലെവല് ഒരു ഓപ്പർച്യൂണിറ്റീസ് തരുന്ന ഒരു എക്സാം ആണ്.
കാരണം ചിലപ്പോൾ മലേഷ്യയിൽ, സിംഗപ്പൂർ, അതായത് നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ നിങ്ങൾ ഗേറ്റ് സ്കോർ ചെയ്ത ഒരാളാണെങ്കിൽ അവിടെയൊക്കെ PhDക്കുള്ള അഡ്മിഷൻ നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ അതും, കാരണം ഒരുപാട് ഇപ്പൊ കമ്പനികൾ നല്ല അക്യുറസി ഉള്ള ആളുകൾ, അതായത് നല്ല നോളേജ് ഉള്ള ആളുകളെ ഇപ്പോൾ ഹയർ ചെയ്യുന്ന ടൈം ആണെങ്കിൽ നമ്മളുടെ സയൻസ് റിലേറ്റഡ് ആയിട്ടൊക്കെ ഒരുപാട്, ഇപ്പൊ ഡാറ്റ കോഡിംഗ് ആയാലും AI ആയാലും ഈ MTech വരുന്ന സമയത്ത് നമ്മൾ സയൻസ്, ഇപ്പൊ എക്സാമ്പിൾ ഫിസിക്സ് ആണെന്ന് വിചാരിക്കാം, നമ്മുടെ ഫിസിക്സിന്റെ ഒക്കെ ടെക്നോളജി ടൈപ്പ് ഉള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഇപ്പൊ നാനോ സയൻസ് ഒക്കെ ഇപ്പൊ ഹൈലി നിൽക്കുന്നതാ, ഇപ്പൊ സൂപ്പർ കപ്പാസിറ്റർ, അതുപോലെ തന്നെ ഇനിയിപ്പോ സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ ഭാഗത്ത് ചിലർ നാനോ സയൻസ്, തിൻ ഫിലിം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടോപ്പിക്സ് ഇപ്പൊ ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ഒക്കെ ഹൈ ആയിട്ട് നിൽക്കുന്നതാ. സോ ചില കമ്പനികൾ ഇങ്ങനെ ഇതിന്റെ പ്രോഗ്രാംസ് ഒക്കെ അറിയുന്ന ആളുകളെ ഹയർ ചെയ്യും. സോ നമുക്ക് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ ഒരു ജോലി വേണം, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് റിസർച്ച് താല്പര്യമില്ല, ടീച്ചിങ് താല്പര്യമില്ല, ജോലിയാണ് താല്പര്യമെങ്കിലും നമുക്ക് ഈ ഗേറ്റ് ഓപ്പർച്യൂണിറ്റി വെച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ഗേറ്റ് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗവൺമെന്റ് ജോലീസ്, ഇപ്പൊ DRDOയ്ക്കൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ISRO അല്ലെങ്കിൽ പാർക്ക്, ഇതിലേക്കൊക്കെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് എന്താ എക്സാമിന് വേണ്ടി എൻട്രി ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരുപാട് ടെക്നോളജി ജോബിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഗേറ്റ് ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത് CSIR നെറ്റ് എക്സാമിനേക്കാളും ഏറ്റവും കൂടുതൽ യൂസ് ആയിട്ടുള്ള എക്സാം അത്. കാരണം ഒരുപാട് ഫീൽഡിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇപ്പൊ ഇന്ത്യയിലല്ല, ഇനി പുറത്ത് പോകണമെങ്കിലും ഞാൻ പറഞ്ഞു, പുറത്തൊക്കെ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ് ഗേറ്റ് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ. അത് നല്ലൊരു റാങ്ക് കിട്ടാനൊക്കെ ഭയങ്കര എളുപ്പമുള്ള ഒരു എക്സാം ആണ് ഗേറ്റ് എന്ന് പറയുന്നത്. സോ മിക്ക കുട്ടികളും ഇതിനെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആലോചിക്കും എന്തിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ച് പ്രിപ്പയർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ.